ഹലോ ഫ്രണ്ട്സ്, ഒരു സ്കൂൾ മാസ്റ്റർ 1856 തുടങ്ങിയ ഒരു കമ്പനി വളർന്ന് പന്തലിച്ച് സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയുടെ ഒരു മാഫിയ ലെവലിൽ എത്തുകയാണ്. മാഫിയ ലെവലല്ല, അതും വിട്ട് ഒരു ഇല്യൂമിനിറ്റി റോളിലെത്തുന്ന കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 160 വർഷത്തോളം അതിന്റെ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററി തന്നെ അതിൽ കവറാവും. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കമ്പനീനെ പറ്റിയാണോ പറയാൻ പോണേന്ന്. പക്ഷെ മൊത്തത്തിൽ ഈ കഥ മുഴുവൻ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയൊക്കെ സംഭവം ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. എന്റെ എന്തുണ്ടാവുക വെച്ചാൽ ഈ കമ്പനി മൊത്തം വളർന്നു വരുമ്പോൾ അതൊരു ഗ്രൂപ്പായി മാറുന്ന ഒരു കഥയും കൂടി ഇതിലുണ്ട്. പിന്നെ നിങ്ങൾ ഈ കേൾക്കുന്ന കഥകളിലെ ഹിസ്റ്ററിക്കലി ഉള്ള പല ഇവന്റുകളെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് ഈ കഥ ഉണ്ടാക്കിയാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് കഥയിലേക്ക് ഇറക്കാം. ആ കമ്പനി ETASA എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള വാച്ച് മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്ന കമ്പനി തന്നെയാണ്. ഇബോഷ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിലും ഫുള്ളായിട്ടുള്ള ഓട്ടോമാറ്റിക് കോഡ്സ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിലും സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു ETASA. ഈ കമ്പനി 1856 ഒരു സ്കൂൾ മാസ്റ്റർ ആയിട്ടുള്ള യുഎസ് ഷിൽഡും ഡോക്ടർ ഗിരാൾഡ് എന്ന് പറഞ്ഞ രണ്ടുപേരും ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യുഎസ് ഷിൽഡും ഡോക്ടർ ജിറാൾഡും കൂടി ഉണ്ടാക്കിയ കമ്പനിയുടെ പേര് ഡോക്ടർ ജിറാൾഡ് ആൻഡ് സ്കിൽഡ് മാത്രമായിരുന്നു. പിന്നെയാണ് അതിന്റെ പേര് പല മാറ്റങ്ങൾ വന്ന് ഇന്നത്തെ രീതിയിലെത്തിയത്. ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇബോഷ് മൂവ്മെന്റ് കമ്പനി ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഇബോഷ് മൂവ്മെന്റ് എന്താണ്? ഒരു വാച്ചിന്റെ ഒരു 80% ഈ വാച്ച് മൂവ്മെന്റ് ആണ്. ബാക്കിയുള്ളത് എന്താണ്? അതിന്റെ കേസ്, റൗണ്ട്സ്, ഡയൽസ്, ഹാൻഡ്സ്, അതിന്റെ സ്ട്രാപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജീസ്. അപ്പൊ ഈ വാച്ച് മൂവ്മെന്റ് ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ സംഭവം. ഇബോഷ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫിനിഷ്ഡ് മൂവ്മെന്റ്സ് ആണ്. ഈ അസോർട്ട്മെന്റ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റെഗുലേറ്റിംഗ് പാർട്സ് എന്ന് പറയും. ബാലൻസ് സ്പ്രിംഗ്, എയർ സ്പ്രിംഗ്, എസ്കേപ്പ് വീൽ, ആങ്കർ ലിവർ, പാലറ്റ്, സ്റ്റോൺസ്, ജെൽസ്, അല്ലെങ്കിൽ മെയിൻ സ്പ്രിംഗ്, ഡയൽസ്, ഹാൻഡ്സ്, ഇത്രയും കാര്യങ്ങൾ ഈ ഇബോഷ് മൂവ്മെന്റിൽ ഉണ്ടാവില്ല. ഈ ഇബോഷ് മൂവ്മെന്റ് കിട്ടിയ ആരായി വാച്ച് ഉണ്ടാക്കുക? അത് വേറെ ആരുമില്ല, വാച്ച് കേസ് ചെയ്ത് വിൽക്കുന്ന കമ്പനികളാണ് ഇബോഷ് മൂവ്മെന്റ് ഉപയോഗിക്കുക. അപ്പൊ അവരുടെ സ്പെസിഫിക്കേഷനിൽ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്ത് കേസിലാക്കി അവരുടെ പേരടിച്ച് അവർ വിൽക്കും. ഷിൽഡ്, ഹിസക്സ്, FHF, ഗാലറ്റ് ആൻഡ് സി, ലാൻഡ്രോൺ, വാൽജോക്സ്, വീനസ്, ഫ്രാൻസിസ് ഇബോഷ്, ലെമാനിയ, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഇബോഷ് കമ്പനികൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇബോഷ് മൂവ്മെന്റ്സ് ഉണ്ടാക്കല് ചെറിയ സംഭവമല്ല. വാച്ച് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന കമ്പനികൾ വളരെ കുറവായിരുന്നു. പാതെക് ഫിലിപ്പോ, ബ്ലാങ്ക്പേനോ പോലത്തെ ചില കമ്പനികൾ മാത്രമാണ് A to Z എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വാച്ച് ഉണ്ടാക്കിയിരുന്നത്. ചിലര് മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്ന പാർട്സ് ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. ചിലര് ഡയൽസ്, ചിലർ ഇതിൽ വേണ്ട പ്രഷ്യസ് മെറ്റീരിയൽ, അതായത് ചില സ്പെഷ്യൽ അലോയികൾ ഉണ്ടാക്കുന്നതിൽ ഫേമസ് ആയിരുന്നു. ചിലര് ഇബോഷ് ഉണ്ടാക്കുന്നു, ചിലര് ഫുൾ മൂവ്മെന്റ് ഉണ്ടാക്കി വെക്കുന്നു. വേറെ ചില ആൾക്കാരുണ്ട് ഈ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി കേസ് ചെയ്ത് അവരുടെ പേര് എഴുതി വെക്കുന്നത്. അവര് എറ്റാബ്ലിസേഴ്സ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ റോളക്സ് അങ്ങനെ ഒരു കമ്പനി ആയിരുന്നു. അതൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇതേപോലത്തെ ഒരു വർക്കിംഗ് നേച്ചർ ആയിരുന്നു അന്ന് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്നത്. യുഎസ് ഷിൽഡും ജെറാൾഡും തുടങ്ങിയ ഈ കമ്പനി 1905 എത്തിയപ്പോൾ ഇതിന്റെ പേര് മാറ്റുന്നുണ്ട്. ആ കമ്പനിയുടെ പേരാണ് എറ്റേണ വാച്ചസ് എന്ന്. എറ്റേണ വളരെ ഫേമസ് ആയിരുന്നു പല വാച്ചുകൾ ഉണ്ടാക്കാൻ. 1908 ഇവര് ഫസ്റ്റ് അലാറം വാച്ച് ഉണ്ടാക്കുകയാണ്, റിസ്റ്റ് വാച്ച്. 1938 ഇവർ ഫസ്റ്റ് ഓട്ടോമാറ്റിക് വാച്ചുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ എറ്റേണ. ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേൾഡ് വാർ 1 വരുന്നത്. 1914 തൊട്ട് 1918 വരെയുള്ള വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഈ സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ കാരണം വെച്ചാൽ ഈ യുദ്ധ സമയത്ത് പല കമ്പനികളും പല മിലിറ്ററികൾക്കും വേണ്ടി അവരുടെ സ്പെസിഫിക്കേഷൻസിലുള്ള വാച്ചുകൾ ഫോഴ്സ്ഫുള്ളി ഉണ്ടാക്കേണ്ടി വന്നു. ബാക്കി പല ആൾക്കാരും ഈ വാച്ച് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നിർത്തി മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഈ വേൾഡ് വാർ കഴിഞ്ഞ വഴി ഈ കമ്പനികൾ മൊത്തം അവരവരുടെ പ്രോഡക്റ്റുകൾ അങ്ങ് തലങ്ങും വിലങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആ മാർക്കറ്റ് ഫുള്ള് ഈ ഇബോഷ് മൂവ്മെന്റ് പല ഫിനിഷ്ഡ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ കൊണ്ട് അങ്ങ് ഫ്ലഡായി. ഈ സ്വിസ് വാച്ചുകൾക്ക് അന്നൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, അതിനൊരു വില ഉണ്ടായിരുന്നു. ഇതൊന്നും നോക്കാതെ ഈ മൂവ്മെന്റുകൾ മൊത്തം ഇവരെടുത്ത് ഫോറിൻ കമ്പനികൾക്ക് വിറ്റു. അതായത് അമേരിക്കയിലും അങ്ങനെ ഏഷ്യയിലുള്ള പല കമ്പനികൾക്ക് ഇവരെടുത്ത് വിറ്റ വഴി ഈ സമയം മുതലെടുത്ത് അവരുടെ വാച്ചിൽ
സ്വിസ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞ അങ്ങനെ ഭയങ്കരമായ മാർക്കറ്റിംഗ് നടത്തി. വാച്ച് വാങ്ങുന്ന ആൾക്കാർക്ക് വലിയ ഇതിനെപ്പറ്റി ഗ്രാഹ്യമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അവർ മൊത്തം ഈ വില കുറഞ്ഞ വാച്ചുകളൊന്നും വാങ്ങാൻ തുടങ്ങിയോടുകൂടി സ്വിസ് മെയ്ഡ് വാച്ചുകൾ ഫുള്ളി ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർക്ക് പോലും ആകെ പ്രശ്നമായി. 1920 ആകുമ്പോഴേക്കും ഈ വാച്ച് ഇൻഡസ്ട്രി മൊത്തം കടത്തിൽ പോയി പെട്ടു. വേൾഡ് വാറിന് ശേഷം 250 മില്യൺ കടത്തിലേക്ക് ഈ സ്വിസ് വാച്ച് ഇൻഡസ്ട്രി പോയപ്പോൾ സ്വിസ് ബാങ്കും ഗവൺമെന്റൊക്കെ രംഗത്തിറങ്ങി. 1924 അങ്ങനെ സ്വിസ് വാച്ച് ഫെഡറേഷൻ രൂപീകരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ വേറെ 2-3 ഗ്രൂപ്പുകളും രംഗത്ത് വരികയാണ്. 1926 പ്രഗത്ഭരായ ഷിൽഡ് എസ് FHF മൈക്കൽ എസ് ഇവരൊക്കെ കൂടിയിട്ട് സ്വിസ് ബാങ്കിന്റെ സഹായത്തോട്, സ്വിസ് ബാങ്കുകൾ പലരും ഇതിൽ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ സഹായത്തോടു കൂടി ഇബോഷ് എസ് എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുകയാണ്. അതിന്റെ അണ്ടറിൽ അവർ 3 ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയാണ്. സ്വിസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു 4-3% കമ്പനികളും ഇതിൽ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറ്റേണയുടെ ഉടമസ്ഥനായിട്ടുള്ള തിയോഡർ ഷെൽഡ്, അതായത് സ്ഥാപകനായ യൂട്സ് സ്കിൽഡിന്റെ മോൻ, ഒരു തീരുമാനം എടുക്കുന്നത്. അവര് മൊത്തം മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, വാച്ച് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീമിന് ഈ ഇബോഷ് എസ് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആളെന്ത് ചെയ്തു, 1932 കമ്പനീനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്ന് എറ്റേണ വാച്ചസ് എന്നും ETA SA എന്നും. അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ഇപ്പോഴുള്ള ETA SA ഉണ്ടാവുന്നത്. മൊത്തത്തിൽ എല്ലാവരും എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം പലതും അവരവരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് ഭാഗിച്ചു കൊടുത്തു. ഈ FHF, ഫ്ലുവൻസിയർ, യൂണിറ്റാസ് എന്നൊക്കെ പറഞ്ഞ പല കമ്പനികളും ഹാൻഡ് വൗണ്ട് മൂവ്മെന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ വോൾജോക്സ്, വീനക്സ് ഇതുപോലുള്ള ആൾക്കാർ ക്രോണോഗ്രാഫ് മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ETA SAക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയ ഓട്ടോമാറ്റിക് വാച്ചസ് മൂവ്മെന്റ് ഉണ്ടാക്കാനാണ് അവർക്ക് ചാൻസ് കിട്ടിയത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വാച്ച് മേക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്കൂളും സ്റ്റാർട്ട് ചെയ്തു. ആ ഇൻഡസ്ട്രിയിലുള്ള സ്പെഷ്യലൈസ്ഡ് ഉള്ള ആൾക്കാരെ മുഴുവൻ അങ്ങനെ കിട്ടാൻ തുടങ്ങി. അന്ന് തൊട്ട് ഈ ഇബോഷ് SAയില് ETA SA എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ കമ്പനിക്ക് എപ്പോഴും ഒരു മുൻതൂക്കം ഉണ്ടായി. ഫസ്റ്റത്തെ വേൾഡ് വാറിന്റെ ഇഷ്യൂ കൊണ്ട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് US ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു വേറൊരു ക്രൈസിസ് ഉണ്ടാവുക. അതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള എല്ലാ വാച്ച് കമ്പനികൾക്കും പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ എക്സ്പോർട്ടിൽ ഒമേഗയും ടിസോട്ടും മെർജ് ആവുന്നു. അതിന്റെ കൂടെ ലെമാനിയ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള വാച്ച് മൂവ്മെന്റ് മേക്കേഴ്സും ജോയിൻ ചെയ്തിട്ട് SSIH എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാവുക. സ്വിസ് ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ESOG എന്ന് പറഞ്ഞിട്ട്. ESOG എന്ന് പറഞ്ഞ ഗ്രൂപ്പ് 1931 ഉണ്ടാക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ അവരുടെ ഒരു ലിസ്റ്റ് ഓഫ് കമ്പനികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ക്രൈസിസിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. പക്ഷെ അത് അധികകാലം നീണ്ടില്ല. വീണ്ടും 1969 നിങ്ങൾക്കൊക്കെ അറിയുന്ന കോട്സ് ക്രൈസിസ് വരികയാണ്. കോട്സ് ക്രൈസിസ് വന്നതോടുകൂടി ഒരു പർട്ടിക്കുലർ നല്ല സെയിലുള്ള ബ്രാൻഡുകൾ മാത്രം നിലനിൽക്കുകയും SSIH ഗ്രൂപ്പും ESOG ഗ്രൂപ്പും വീണ്ടും പ്രശ്നത്തിലേക്ക് പോയി ചാടുകയും ചെയ്യണം. ഇതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ETA യഥാർത്ഥമായിട്ട് വളർന്നു വരുന്നത്. 1969 ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഡെവലപ്പ് ചെയ്താലും അതിനിടയിൽ തന്നെയാണ് ഈ കോട്സും 1969 വരുന്നത്. ഇവരിതിനെ അത്രയൊക്കെ സീരിയസ് ആയിട്ട് കണ്ടില്ല. ഇതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവാണ്. പക്ഷെ 1978 ആയപ്പോഴേക്കും ആകെ പ്രശ്നം സങ്കീർണമായി. വാച്ച് ഇൻഡസ്ട്രി മൊത്തം തവിട് പൊടിയാവാൻ തുടങ്ങി. പുതിയ തീരുമാനം എടുക്കുകയാണ്, ഇനിയും ഇത്രയും ഗ്രൂപ്പുകളെ നിലനിർത്താൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംഭവത്താണ്. SSIHും ESOGും അല്ലെങ്കിൽ ഇബോഷും ചേർന്നുള്ള ഒരു വലിയൊരു കോർപ്പറേറ്റ് സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയും അതിനെ ബാക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്വിസ് ബാങ്ക്സ് ഒരു കമ്പനീനെ അപ്പോയിന്റ് ചെയ്യണം. ഹയാക് എഞ്ചിനീയറിംഗ് AG എന്ന് പറഞ്ഞ ഒരു എക്സ്പെർട്ടൈസ് കമ്പനീനെ അപ്പോയിന്റ് ചെയ്യണം. അവസാനം 1953 ESOGും SSIHും കൂടി മെർജ് ആവുകയാണ്. 1953 ഈ മെർജോട് കൂടി SMH എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ട് ETA യഥാർത്ഥത്തിലുള്ള ഒരു ഇല്യൂമിനിറ്റി പവറിലേക്ക് എത്തുകയാണ്. ETA ആണ് എല്ലാ അഡ്വാൻസ് ഡെവലപ്മെന്റും ഗ്രൂപ്പിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് ഇബോഷ് ആൻഡ് മൂവ്മെന്റ് മേക്കേഴ്സിനെ ഇയാളുടെ അണ്ടറിലേക്ക് മെർജ് ചെയ്യുകയാണ്. അതായത് ഷിൽഡ്സ്, FHF, ലെമാനിയ, വോൾജോക്സ്, പിസോക്സ് ഒക്കെ പറഞ്ഞു കംപ്ലീറ്റ് ആൾക്കാരുടെ പാറ്റന്റ്, നോ ഹൗസ്, ഡിസൈൻസ് കംപ്ലീറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രാൻഡ് എല്ലാം ETAയുടെ അണ്ടറിലേക്ക് അങ്ങ് മെർജ് ചെയ്തു. അതോടുകൂടി ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ മൂവ്മെന്റ് മേക്കറായിട്ട് ETA മാറുകയാണ്. സ്വിസ് ബാങ്കുകളൊക്കെ വീണ്ടും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുകയും ETAക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയിൽ അന്നുണ്ടായിരുന്ന പല പല സ്പെഷ്യലൈസ്ഡ് പാർട്സ് മേക്കേഴ്സ് ഉണ്ടായിരുന്നു. അതായത് വാച്ച് മൂവ്മെന്റ്
മൂവ്മെന്റ് ഉണ്ടാക്കാൻ അവരെ മുഴുവൻ ഇത് പർച്ചേസ് ചെയ്തിട്ട് ഒക്കെ ഈ ETA അണ്ടറിലാക്കി. മൊത്തം ഇൻഡസ്ട്രിയിൽ 1000-ഓളം കമ്പനികൾ പൂട്ടിപ്പോയിട്ട് ഫാമിലി ഓറിയന്റഡ് കമ്പനീസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും എന്ത് കാര്യം കിട്ടണമെങ്കിലും ETA ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം എത്തിച്ചേരുന്നു. കോട്സ് ക്രൈസിസിനെ മറികടക്കാൻ സ്വിസ് വാച്ച് ഇൻഡസ്ട്രിയും കോട്സ് മൂവ്മെന്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇതിന്റെ ഒപ്പം തന്നെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയും കൊണ്ടുവന്നു. പല വാച്ച് ബ്രാൻഡുകളും ഈ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന പരിപാടി ഫുള്ളായിട്ട് നിർത്തിവെക്കുകയാണ്. അതായത് അവരുടെ ടെക്നോളജി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള R&Dയും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം. ബാക്കി ETA കൊടുത്താൽ ETA അവർ പറയുന്ന മൂവ്മെന്റ് ഉണ്ടാക്കി തരണം. അതായത് അവരുടെ കയ്യിൽ കംപ്ലീറ്റ് പാറ്റന്റുകളും കംപ്ലീറ്റ് ഡിസൈൻസും കംപ്ലീറ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള നോവൊക്കെ ഉണ്ട്. ഇവർ പറയുന്ന എന്ത് സാധനം ഇവർ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഈ SMH എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. ആ ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ഒരു പരിധി വരെ ഈ കോട്സ് ക്രൈസിസിനെ പിടിച്ചു നിർത്തുകയും ചെയ്യാണ്. അങ്ങനെ പോയിട്ട് 1984 ഇവര് ഫസ്റ്റ് ആയിട്ട് ഈ ഗ്രൂപ്പിന് ഒരു ലാഭം കാണാണ്. അങ്ങനെ 1856 സ്ഥാപിച്ച ഒരു ഇബോഷ് കമ്പനി ലാസ്റ്റ് ഒരു വലിയ ഗ്രൂപ്പിന്റെ ബാക്ക് ബോണായി മാറിയ ഒരു കഥയായി. അതിൽ തന്നെ അവർക്കൊരു ഇല്യൂമിനിറ്റി റോളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇല്യൂമിനിറ്റി റോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ തരാം. അതായത് ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലോ പല കാര്യങ്ങളും നമ്മളിങ്ങനെ നമുക്ക് ചുറ്റുപാടും അനുസരിച്ച് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും അത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ എന്താ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതല്ല, വേറെ ചില ആൾക്കാർ നിയന്ത്രിച്ച് അവരുടെ ഇഷ്ടത്തിന് അത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. നമ്മളറിയാതെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ കുറെ ഇല്യൂമിനിറ്റി പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മോഹൻലാലിന്റെ സിനിമ ലൂസിഫറിൽ പറയുന്നില്ലേ ആളൊരു ഇല്യൂമിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ആള് വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ പക്ഷെ അത് നേരിട്ട് ലൈഫിൽ നോക്കുമ്പോൾ അത് സ്വാഭാവികമാണെന്ന് വിചാരിക്കും. അതാണ് ഈ ഇല്യൂമിനിറ്റി റോൾ. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഈ ഇല്യൂമിനിറ്റി റോളിലുള്ള ആൾക്കാരെ പറ്റി സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അവരെപ്പോഴും ഒരു പുകമറയുടെ ബാക്കിലായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കെട്ടുന്ന പല വാച്ചുകളുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന മൂവ്മെന്റ് ഉണ്ടാക്കുന്നത് ETA ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ ലെവലിൽ എഴുതിയ ടിസോട്ടോ, റാഡോ, അല്ലെങ്കിൽ ലോഞ്ചിൻ, അല്ലെങ്കിൽ ഈവൻ ദോ ടാഗ്വർ, ഹാബ്ലൂ, ടുഡോർ, എന്താ പറയാ, എടുത്ത എല്ലാ പേരുകളും നോക്കിയാലും അതിന്റെ ഉള്ളിൽ ഓടുന്നത് ചിലപ്പോൾ ETA ഉണ്ടാക്കിയ മൂവ്മെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവരെ ETA ഒരു ഇല്യൂമിനിറ്റി റോൾ എന്ന് പറഞ്ഞത്. മൊത്തം ആ ഗ്രൂപ്പിലുള്ള എല്ലാ കാര്യവും പ്രവർത്തിക്കുന്നത് ETA വേണ്ടിയിട്ടാണ്. ETA ഉണ്ടാക്കുന്ന മൂവ്മെന്റ്സ് ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളവർ അത് വാങ്ങുന്നു, കേസ് ചെയ്യുന്നു, അവര് ലേബലടിക്കുന്നു, വിൽക്കുന്നു. ഇങ്ങനെയാണ് ഒരു പരിധി വരയ്ക്കും വർക്ക് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെന്റ് കാര്യങ്ങളല്ല, ഒരു 1969 തൊട്ട് ഒരു 90 വരയ്ക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെ കാര്യങ്ങൾ നടന്നത്. ETA ഉണ്ടായതും അവരിപ്പോ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിയതും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയും പല പ്രശ്നങ്ങളും വാച്ച് ഇൻഡസ്ട്രീസിന് വരികയാണ്. ETA നേതൃത്വത്തിലാണ് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വാച്ച് ഇൻഡസ്ട്രീസിൽ ഒരു പ്രഗത്ഭൻ എൻ്റർ ആവുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കാൻ ഇനി ഗവൺമെന്റ് രംഗത്തിറങ്ങുന്നതും അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് പറയുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ബൈ.